ഈ ഒരു പ്രൊജക്റ്റിൽ ക്ലൈൻറ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു ഇതൊരു റിസോർട്ട് ആംബിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആവണം എന്നുള്ളത്. ഹായ്, ഞാൻ ആർക്കിടെക്ട് റാഷിദ്, R+A ആർക്കിടെക്ട്സിനാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു 5 ഡിസൈൻ സ്റ്റേജസ് ആണ്. ഇനീഷ്യലി ക്ലൈൻറ്റ് ഡിസ്കഷനാണ്. ക്ലൈൻറ്റ് മാത്രമല്ല, അവരുടെ ഹോൾ ഫാമിലി, അവരുടെ കുട്ടികൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹവർലി ഡിസ്കഷനാണ്. അതിൽ അവരുടെ എല്ലാ ഇമോഷൻസും നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ കോൺസെപ്റ്റും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളൊരു എല്ലാ പ്രൊജക്റ്റും നമ്മൾ ചെയ്യാറ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ സ്റ്റേജ്. സെക്കൻഡ്ലി പറയാന്നുണ്ടെങ്കിൽ ഈ എൻ്റയർലി ഈ കോൺസെപ്റ്റും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സൈറ്റിൽ ഇതിൻ്റെ സൺപാത്തും ബിൻ ഡയറക്ഷനും അതുപോലെ തന്നെ പ്രോക്സിമിറ്റി ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഈവൻ ഇതിൻ്റെ ബബിൾ ഡയഗ്രാം എല്ലാം നമ്മൾ സൈറ്റിൽ ചെയ്തിട്ടാണ് ഇതിൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവുക. തേർഡ് സ്റ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതൊരു പ്രൊജക്റ്റാണ്. ഇത് ഏകദേശം 4300 സ്ക്വയർ ഫീറ്റിലൊരു പ്രൊജക്റ്റാണ്, 28 സെൻറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോർ ചേർത്തിട്ട്. ഈ ഒരു പ്രൊജക്റ്റിൽ ക്ലൈൻറ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു ഇതൊരു റിസോർട്ട് ആംബിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആവണം എന്നുള്ളത്. അപ്പോൾ അവരുടെ എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ ഇതുപോലെ പ്രോക്സിമിറ്റിയും ബബിൾ ഡയഗ്രാം സൺപാത്തും വിൻ ഡയറക്ഷൻ എല്ലാം നോക്കിയിട്ട് നമ്മളിത് പ്രോപ്പറായിട്ട് ഇത് അറേഞ്ച് ചെയ്തിപ്പോൾ ഒരു പ്ലാനാണ്. ഈവൻ ഇതിലെ കോർട്ട്യാർഡ്സും ലാൻഡ്സ്കേപ്പും കോയിഫിഷ് പോണ്ടും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ഒരു റിസോർട്ട് ആംബിയൻസ് സ്റ്റൈലിലോട്ട് തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ഡ്രോയിങ്സും ഇതിൻ്റെ MEP സ്ട്രക്ചറൽ ഡ്രോയിങ്സും എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രോയിങ്സും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇതിൻ്റെ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്.